ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ കലാശക്കൊട്ട് നടക്കാൻ പോവുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ വൃത്തങ്ങളെയും കോൺഗ്രസിലെ പ്രവർത്തകരെയും എല്ലാം നിരാശയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ സന്ദർശനത്തിനും ഇവിടെ ഗാന്ധി മൈതാനിലെ യോഗത്തിനും അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ യോഗം ഇവിടെ നടക്കുന്നില്ല. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയതിനു ശേഷം ഈ തേജസ്വി യാദവും ഒരുമിച്ച് വേദി പങ്കിട്ടുകൊണ്ട് നടത്തുന്ന യോഗങ്ങളിൽ അഭൂതപൂർവമായ ഒരു ആൾക്കൂട്ടമാണ് ബീഹാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്നത്. മാത്രമല്ല തേജസ്വി യാദവിൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്നത് ഉറപ്പായിരിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ 10 ലക്ഷം തൊഴിൽ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 5 ലക്ഷം തൊഴിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് ആ തരത്തിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഇത് ജയിപ്പിച്ചാൽ, അതായത് ഇവിടെ RJD കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തിയാൽ ഉറപ്പായും എല്ലാവർക്കും എല്ലാ വീട്ടിലും സർക്കാർ ജോലി എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര എന്തുകൊണ്ടാണ് റദ്ദാക്കിയത് എന്നുള്ളൊരു കാര്യം നമുക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് തന്നെ പ്രാദേശിക നേതാക്കന്മാരോട് നമുക്ക് ചോദിക്കാം. രാഹുൽ गांधी नमस्कार। राहुल गांधी का जो प्रोग्राम है अभी तक फाइनल नहीं हुआ था, लेकिन यहाँ का जनता का कहना हुआ कि यहाँ जितना भी जनता पूरा सपोर्ट उसको समर्थन है कि आप नहीं आएंगे, हम लोग काफ़ी हैं। सारे यहाँ के नौजवान क्यों कैंसिल किया? अब कैंसिल क्यों? जनता का कहना है कि हम लोग ही काफ़ी हैं, आपके आने की ज़रूरत नहीं है इतना। फिर भी वो अब ये अगला जो है जो इसका काज करता है ഇവിടുത്തെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ബുള്ളറ്റിലും അവരുടെ ബൈക്കിലും എല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര ചെയ്ത് ഈ സമ്മേളന വേദിയിലേക്ക് പോകാൻ ഒരുക്കിയപ്പോഴാണ് ഒരു ഇടുത്തി പോലെ ഈ വാർത്ത വന്നത്. രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ സമ്മേളനത്തിനും ഇവിടെ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പിന്നോട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല ഇവിടെ മറ്റു നേതാക്കന്മാരുടെ, അതായത് BJP നേതാക്കന്മാരുടെ ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ നേതാക്കന്മാർക്ക് ഇല്ലാത്ത എന്ത് സുരക്ഷാ വീഴ്ചയാണ് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ മാത്രമുള്ളത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്.